ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ നാളെ വരാനിരിക്കുന്ന ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടാലോ. അപ്പൊ നമ്മുടെ ഭൂമിയും നമ്മുടെ അജയും അതുപോലെ തന്നെ നമ്മുടെ അഞ്ജന അല്ലെ, അപ്പൊ ഇവരൊക്കെ ഒരു പൂജാ പരിപാടിയൊക്കെ ആയിട്ട് നമ്മുടെ ഭൂമിയും അവരുടെ ആ സൗഭാഗ്യ ഭവനിലോട്ട് എത്തുകയാണ്. അങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ ഭൂമിയും അഞ്ജനയും തമ്മിലായിട്ട് ഒന്ന് ഇടയുന്നുണ്ട് കേട്ടോ. കാര്യം വേറൊന്നല്ല, ഭൂമിക്ക് ചെറിയൊരു അസൂയയും കാര്യങ്ങളൊക്കെയാണ്. വേറൊന്നുമല്ല, എന്തുകൊണ്ടെന്നാല് ഈ അജയുടെ കൂടെ കൂടുതലായിട്ട് ഭൂമി ഇടപെടുന്നതിന്റെ ഒരു കുശുമ്പ് കുഞ്ഞായ്മ നമ്മുടെ അഞ്ജനയ്ക്കുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ചിട്ടുള്ള സീനും കാര്യങ്ങളൊക്കെയാണ് നാളെ വരുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാനും അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. അങ്ങനെ നമ്മുടെ ഭൂമി അവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളിലും പൂജയിലും മറ്റുമൊക്കെ ആയിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യണം. അപ്പൊ അത് മുത്തശ്ശിയും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്നും നമ്മുടെ ഭവാനിക്കോ അഞ്ജനയ്ക്കോ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അഞ്ജന നോക്കുമ്പം അജയായിട്ട് ഓവറായിട്ട് സംസാരിക്കണു, അജയിനെ വരട്ടണു, അത്രയും ഫ്രീഡം കാണിക്കുകയാണ്. അത് കണ്ടിട്ട് അഞ്ജനയ്ക്ക് വല്ലാത്തൊരു ദേഷ്യം, എവിടെ ആരാ എന്ന രീതിയിൽ. അങ്ങനെ ഭൂമി അവിടെ മാറി നിൽക്കുന്ന സമയത്ത് അഞ്ജന ചെന്ന് ഭവാനിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ അതാരമ്മ അവള് വന്നിട്ട് ഇവിടെ എന്ത് ഫ്രീഡം കാണിക്കണത്, അവൾ ആരെന്നാ വിചാരം എന്ന രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെയും ഭവാനി ശ്രദ്ധിക്കുന്നുമുണ്ട്. ഭവാനിയുടെ കണ്ണിലും പെട്ടായിരുന്നു. കാരണം ഭൂമിയുടെ ആ ഒരു സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ അമ്മ അതായത് സൗഭാഗ്യ മുത്തശ്ശി ഭൂമിയോട് കാണിക്കുന്ന ആ ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ ഭവാനിയുടെ കണ്ണിലും കാണുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഭൂമി ഒറ്റയ്ക്ക് അവിടെ നിന്ന സമയത്ത് ഈ ഭവാനി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടി നീ എന്തിനാടി ഇവിടെ വലിയ ആളായിട്ട് നിൽക്കുന്നത്, നീ ഏതാടി, നീ എന്തിനാ ഇവിടെ വന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഭൂമി പറഞ്ഞു, അല്ല മേഡം, ഞാനിവിടെ പൂജാ സാധനങ്ങളുമായിട്ട് വന്നതാ. പൂജാ സാധനങ്ങൾ കൊണ്ടുവന്നാൽ അത് കൊടുത്തിട്ട് പോണം, അല്ലാണ്ട് വലിയ ആള് കളിക്കാനൊന്നും നീ ഇവിടെ നിൽക്കണ്ടെന്നും പറഞ്ഞ് ഭവാനി ഒച്ചയെടുക്കാൻ കേട്ടോ. അപ്പൊ ഈ സമയത്ത് നമ്മുടെ ഈ പൂജാ സമയത്തുള്ള ഒരു നിലവിളക്ക് കത്തിക്കലുണ്ടല്ലോ, അപ്പൊ അത് കത്തിക്കാനായിട്ട് നമ്മുടെ അജയ് കത്തിച്ചോളാന്ന് പറഞ്ഞിട്ട് നിൽക്കണം. അപ്പൊ ആ സമയത്ത് നമ്മുടെ അഞ്ജന പറയും, മുത്തശ്ശി ഞാനും കൂടെ കത്തിച്ചോട്ടെ എന്ന് ചോദിക്കും. അപ്പൊ മുത്തശ്ശി പറയും, അതിനെന്താ, മോളും കത്തിച്ചോ. വിവാഹം കഴിക്കാൻ പോകുന്നവരും അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞവരും ഒരു 2-3 വർഷം കഴിഞ്ഞാൽ നിങ്ങളെ ഇതുപോലെ ഇരുത്തി പൂജ ചെയ്യാനുള്ളതാ. അതുകൊണ്ട് നിങ്ങൾ കത്തിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അങ്ങനെ പൂജാരി പറഞ്ഞു, അതിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ കത്തിച്ചോളാൻ പറയും. അങ്ങനെ അവര് കത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അജയ് കത്തിക്കാനായിട്ട് നിലവിളക്ക് കത്തിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മുടെ അഞ്ജനയും കൂടെ ചേർന്ന് കത്തിക്കാനായിട്ട് നിൽക്കുന്നത്. നമ്മുടെ ഭൂമി പെട്ടെന്ന് ഇങ്ങനെ കാല് സ്ലിപ്പായിട്ട് നേരെ അഞ്ജനയുടെ പുറത്തുനിന്ന് വീഴാണ്. ഈ പുറത്ത് വീണതും ഈ നിലവിളക്ക് താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഭൂമി പിടിക്കുകയും ആ സമയത്ത് തന്നെ അജയ് ആ നിലവിളക്ക് അങ്ങ് കത്തിക്കുകയാണ്. അപ്പം ഭൂമിയും അജയും ചേർന്നാണ് ആ നിലവിളക്ക് കത്തിച്ചത്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോവാണ്. കാരണം വേറൊന്നുമല്ല, പെട്ടെന്നൊരു മിറാക്കിൾ പോലെ അങ്ങനെ സംഭവിച്ചത്. പെട്ടെന്ന് അഞ്ജനയുടെ സ്ഥാനത്ത് ഭൂമി വരികയും ഭൂമി അജയും കൂടെ ചേർന്ന് ആ നിലവിളക്ക് കത്തിക്കുന്ന ഒരു സീനുമാണ് വന്നത്. അപ്പൊ മുത്തശ്ശി അതിശയപ്പെട്ടു. അപ്പോഴേക്ക് എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കണം. അപ്പം അഞ്ജനയ്ക്ക് ദേഷ്യം വന്നിട്ട് പാടില്ല, നീ എന്താ കാണിച്ചെന്ന് പറഞ്ഞ് ഇങ്ങനെ അഞ്ജന ഒച്ചെടുത്തപ്പോ മുത്തശ്ശി പറഞ്ഞു, പോട്ടെ സാരമില്ല, അവൾ അറിയാണ്ട് പറ്റിയതല്ല, നിലവിളക്ക് താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതല്ലേ എന്നുള്ള രീതിയിൽ മുത്തശ്ശി പറയാം, അതിന് സാരാക്കണ്ട എന്നുള്ള രീതിയിൽ കേട്ടോ. എന്നിട്ട് ഭൂമി അങ്ങ് നേരെ അടുക്കള. ഇപ്പം ഭൂമിക്കും വല്ലാത്തൊരു ഇതായി പോയി, വല്ലാണ്ടൊരു ഇതായി. അപ്പോഴേക്കും ഭൂമി പോയതിന്റെ പുറകെ തന്നെ നമ്മുടെ അഞ്ജന വെച്ച് പിടിച്ച് എന്റെ ഭൂമിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, എടി നീ കുറെ നേരായി ഇവിടെ കിടന്ന് വലിയ ആള് കളിക്കുന്നുണ്ട്, നീ എന്താ ഉദ്ദേശിച്ചത്? അതെ, അജയ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ്, അജയുടെ മുറപ്പെണ്ണാ ഞാൻ. നീ എവിടെ കിടന്നവളാടി? നിനക്ക് എന്ത് യോഗ്യതയാടി ഈ കുടുംബത്ത് വന്ന് നിൽക്കാനും കുടുംബത്തിലെ ഓരോ കാര്യങ്ങളിൽ പങ്കെടുക്കാനും എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമിനെ അങ്ങ് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാൻ കേട്ടോ. നീ 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 എന്തെന്ന് ഏത് തന്തയ്ക്ക് പിറന്നവളാണ് എന്നൊക്കെ പറഞ്ഞ് വെറും ചെറ്റ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഭയങ്കരമായിട്ട് മോശപ്പെട്ട രീതിയിൽ ഭൂമിനെ ഇൻസൾട്ട് ചെയ്യണം. അപ്പൊ ഭൂമിയുടെ അച്ഛനെ കൂടെ ഇൻസൾട്ട് ചെയ്ത് അഞ്ജന പറഞ്ഞപ്പോൾ ഭൂമിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുവരെ ഭൂമി പിടിച്ചു നിന്നു. അപ്പൊ അച്ഛനെ ചേർത്ത് പറഞ്ഞു തന്നപ്പോ ഭൂമിയുടെ കയ്യിൽ നിന്ന് അങ്ങ് പോവേണ്ട. ഭൂമി ഒരൊറ്റ അടി അങ്ങ് അഞ്ജനയുടെ ചെകിടത്തും കൊടുക്കണം കേട്ടോ. തൊട്ടു പുറകെ നമ്മുടെ അജയ് ഇതെല്ലാം കേട്ടും കണ്ടുകൊണ്ടിരിക്കണം. അജയ് ഒന്നും മിണ്ടിയില്ല. അപ്പൊ അഞ്ജന അങ്ങ് സ്റ്റക്ക്
ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഭൂമി പറഞ്ഞു, അതെ എന്നെ നീ പറഞ്ഞു, പക്ഷെ എന്റെ അച്ഛനെ അത് ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി വരുമ്പോഴാണ് അജയ് അവിടെ നിൽക്കുന്നത്. സാറേ, ഒരു കാര്യം ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്, എന്നെ പറഞ്ഞു പക്ഷെ എന്റെ അച്ഛനെ പറഞ്ഞ് കളിക്കണത് എനിക്ക്, ഞാൻ കേട്ട് നിൽക്കില്ല, ഞാൻ സഹിക്കയില്ല എന്നുള്ള പറഞ്ഞിട്ടോ. എന്നിട്ട് അഞ്ജന നേരെ ചെന്നിട്ട് സത്യദാസിന്റെ അടുത്തൊക്കെ പറയണം, അവൾ എന്നെ തല്ലി, വലിച്ചം കണ്ടോ എന്നെ തല്ലി, അവൾ ആരാ, അവൾക്ക് ആരാ ഇത്ര അധികാരം കൊടുത്തത്, എവിടെയോ കിടക്കണ ഒരു പാചകക്കാരി വന്ന് എന്നെ തല്ലാൻ മാത്രം ഈ കുടുംബത്തായോ എന്ന രീതിയിലൊക്കെ പറഞ്ഞ് ഭയങ്കര ഷോ ഇറക്കണ്. അപ്പൊ സത്യ പറഞ്ഞേ, നീ അവളോട് അത്രയും തരം താഴ്ന്ന രീതിയിൽ സംസാരിച്ചിട്ടല്ലേ മോളെ ഇങ്ങനെ ഒരു സീൻ ഉണ്ടായത്. അവളെ സംബന്ധിച്ച് എനിക്കറിയാം, അവളുടെ അച്ഛൻ എന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണ്. അവളെ അച്ഛന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാല് അവൾ അത് സഹിക്കുകയില്ല എന്നുള്ളത് പറഞ്ഞു കേട്ടോ. അങ്ങനെ ആകെ ഒരു സീനായി പോവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത്, ഭൂമി പിന്നെ മുത്തശ്ശി വന്നിട്ട് പിന്നെ എല്ലാരും ആഹാരം കഴിക്കാനൊക്കെ ആയിട്ട് ആഹാരപുരയിലോട്ട് പോകാനൊക്കെ പറഞ്ഞു. അപ്പൊ ഭൂമി പറഞ്ഞു, ഞാനും കൂടെ ചെന്ന് സഹായിച്ചോളാം. അവിടുത്തെ സർവന്റ് ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചി ഞാനും കൂടെ പോയി സഹായിച്ചോളാം എന്നും പറഞ്ഞ് മുത്തശ്ശി പോകും. പക്ഷെ പോയി സഹായിച്ചിട്ട് പിന്നെ ഭൂമി ആഹാരം കഴിക്കാനൊന്നും നിൽക്കില്ല കേട്ടോ. ഭൂമി നേരെ അങ്ങ് പോവാണ്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ഈ അച്യുതൻ അവിടെ പായസമൊക്കെ കൊണ്ടുവന്ന് ഒരു മല്ലിത്തൂക്കം എന്തോ കൊണ്ട് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടി അച്യുതൻ ഈ സൗഭാഗ്യ തറവാട്ടിൽ വരുന്ന സമയത്ത് ഭവാനീനെ അവിടെ വെച്ച് കാണുന്നത്. എന്നിട്ട് ഒളിച്ചൊളിച്ച് അവിടെ നിന്ന് പോവാണ്. ഈ ഒളിച്ച് അവിടെ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി പോകുന്ന സമയം ഭവാനി മേളിൽ നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അച്യുതനെ കാണുകയാണ്. ഗേറ്റിന്റെ അവിടെ എത്തി അച്യുതൻ തിരിഞ്ഞു നോക്കണതും ഭവാനി നോക്കണതും ഒരുമിച്ച. അപ്പൊ ഭവാനിയുടെ കണ്ണിൽ അച്യുതനെ കറക്റ്റ് ആയിട്ട് കാണുകയാണ്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല കേട്ടോ. ഭവാനിക്ക് മനസ്സിലായി അച്യുതൻ അത് ആ ആള് തന്നെയാണ്. ഇയാൾ എന്തിനാണ് ഈ വീട്ടിൽ വന്നത്? ഇയാൾ എന്നെ തേടി വന്നതാണോ, അതോ ഇനി സൗഭാഗ്യപുരത്തെ ഇവരെയൊക്കെ കണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ വന്നതാണോ? ഇയാളെ ഇനി വെറുതെ വിട്ടാൽ പറ്റില്ല. ഇയാൾക്ക് മകളുണ്ടോ, ആ മകൾ ഏതാണ് എന്താണ് എല്ലാം അറിയണം. അങ്ങനെ ആ ഒരു ഗുണ്ടേനെ ഏർപ്പാട് ചെയ്ത പുള്ളീനെ വിളിച്ചു വരുത്തേന്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പൊ ഞങ്ങളുടെ വീട്ടിന്റെ അവിടെ നിന്ന് അയാൾ പോയിട്ടുണ്ടെന്ന്. അങ്ങനെ ആ ഗുണ്ട വേഗം എത്തിയിട്ട് നമ്മുടെ അച്യുതനെ ഫോളോ ചെയ്തു. പക്ഷെ എന്താണെന്നറിയില്ല, അച്യുതന്റെ ആ ഒരു അംബാസിഡർ കാറ് എങ്ങും നിന്നില്ല, പറത്ത് വിടായിരുന്നു. അങ്ങനെ അച്യുതൻ വേഗം തന്നെ വീടെത്തേണ്. പക്ഷെ അയാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല കേട്ടോ നമ്മുടെ അച്യുതനെ. അങ്ങനെ അച്യുതൻ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു വന്നു. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയും അവിടെ നിന്ന് ആഹാരം ഒന്നും കഴിക്കാൻ നിന്നില്ല, നേരെ സൗഭാഗ്യപുരത്തിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് വരെയാണ്. അപ്പൊ വീട്ടിലെത്തി കഴിഞ്ഞ അച്യുതൻ നമ്മുടെ അംബികയുടെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് വേറൊന്നുമല്ല, നമ്മുടെ മോള് നമ്മളെ ഇട്ടേച്ച് എപ്പോഴെങ്കിലും പോവോ അംബികയെ എന്ന് പറയുന്നത്. അച്യുതൻ എന്തിനും ആവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കുന്നതിന് അംബിക ചോദിക്കുന്നുണ്ട്. അല്ല, എന്റെ മനസ്സിൽ എന്തോ ഒരു വല്ലാത്ത വേവലാതി, എന്റെ മോളുടെ കാര്യത്തില് അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അവള് നമ്മളെ ഇട്ടിട്ട് പോവോ എന്നുള്ളത്. കാര്യം വേറൊന്നുമല്ല, ഈ ഭൂമി ആ തറവാട്ടിലെ ആണ് എന്നുള്ളത് അച്യുതന് മനസ്സിലാവുകയാണ്. സൗഭാഗ്യപുരം തറവാട്ടിലെ അവിടെ ജനിച്ചു വളർന്ന കുട്ടിയാണ്. എന്നിട്ട് എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് ആ വീട് വിട്ടിപ്പോ മാറിപ്പോയതാണ്, അവളുടെ തറവാടാണത് എന്നൊക്കെയുള്ളത് നമ്മുടെ അച്യുതന് മനസ്സിലായി. അപ്പൊ ആ മോള് പോകുമോ എന്നുള്ളൊരു ഭയം. അപ്പൊ ആ സമയത്താണ് ഭൂമി അവിടെ വരുന്നത്. ഭൂമി വരുമ്പോ ചോദിക്കും, അല്ല എന്താണ് രണ്ടുപേരും കൂടെ ഇരുന്ന് ഒരു ആലോചന? അപ്പൊ അച്യുതൻ പറയും, ഒന്നുമില്ല മോളെ എന്ന് പറയാം. ഇല്ല, എന്തോ ഉണ്ട്. അപ്പൊ ഭൂമിക്ക് അറിയാം അച്ഛനെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാൻ ഒരു സമയം പോലും അനുവദിക്കരുത്. കാരണം അങ്ങനെ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാല് അസുഖം പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടാവൂല. അതുകൊണ്ട് ടെൻഷൻ അടുപ്പിക്കാണ്ട് നോക്കണം എന്നുള്ള രീതിയിൽ ഭൂമി കൊണ്ടുപോവേണം. എന്നിട്ട് അച്യുതൻ പറയാം, അല്ല മോളെ, നിന്റെ ഈ കഴുത്തി കിടക്കണ മാല തീരെ ചെറുതും പൊട്ടാറായി പോയി, നമുക്കതൊന്ന് മാറ്റി മേടിച്ചാലോ? ഏയ് മാറ്റിയൊന്നും മേടിക്കണ്ട അച്ഛാ, ഇത് മതി. അത് ശരിയാവില്ല. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഭൂമിയെ ആദ്യമായിട്ട് കിട്ടിയ സമയം മുതൽ അതൊരു പാരമ്പര്യ മാലയാണെന്ന് അച്യുതന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അന്ന് തൊട്ട് കഴുത്തിലിട്ടൊക്കെയാണ്. ഇന്നിപ്പോ അവള് സൗഭാഗ്യപുരത്ത് പോയപ്പോ അത് ആരെങ്കിലും കണ്ണിപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് ഭൂമി ഇവിടെ തിരിച്ചു വരില്ലായിരുന്നു. കാരണം അവര് തിരിച്ചറിയും ആ തറവാട്ടിലെ കുട്ടിയാണെന്നുള്ളത്. അതുകൊണ്ട് അവരാരും കണ്ടിട്ടില്ല. ഇനി എത്രയും പെട്ടെന്ന് ആ മാല അവളുടെ കഴുത്തിൽ നിന്ന് ഊരി വെക്കണം എന്നുള്ള തീരുമാനം നമ്മുടെ ഭൂമി എടുക്കുകയാണ്. അങ്ങനെ ആ ഒരു തീരുമാനത്തെ തുടർന്ന് നമ്മുടെ ഭൂമിയുടെ അടുത്ത് എന്തൊക്കെയോ നമ്പർ ഇട്ട് പറഞ്ഞ് അച്യുതൻ ആ മാല ഊരിപ്പിക്കുകയാണ്. ഊരി ഭദ്രമായിട്ട് അത് വെക്കുകയാണ്. കാരണം തന്റെ കാലം കഴിഞ്ഞാലും അത് അവക്ക് തെളിവായിട്ട് വേണം എന്നുള്ള ഒരു തീരുമാനത്തിൽ അച്യുതൻ അത് ഭദ്രമായിട്ട് വെക്കുകയാണ്. ആ സമയത്താണ് അച്യുതന് പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൂക്കിന്ന് ഒത്തിരി ബ്ലഡ് ഇങ്ങനെ പോവാണ്. ഉടൻ തന്നെ ഭൂമി ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് നടത്തണം, ഇപ്പൊ തൽക്കാലം ഒരു ട്രീറ്റ്മെന്റ് എങ്കിലും സ്റ്റാർട്ട് ചെയ്യണം, ഒരു 5 ലക്ഷം രൂപയാകും, ഇല്ലെങ്കിൽ പേഷ്യന്റിന്റെ കണ്ടീഷൻ കുറച്ച് ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞു. ഭൂമിക്ക്
ഭൂമിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. ഭൂമിയുടെ കഴുത്തിൽ ഒരു ചെറിയ മാല, അമ്മയുടെ ഒരു മാല, പിന്നെ കമ്മൽ, എങ്ങനെ പോയാലും ഒരു 2-2.5 പൗണ്ട് സ്വർണ്ണേ ഉള്ളൂ. അപ്പോഴാണ് ഭൂമി തന്റെ കഴുത്തിൽ കിടന്ന മറ്റേ മാല ഓർത്തത്. ആ മാലയുടെ ലോക്കറ്റ് തന്നെ ഒരു 3 പവനോളം ഉണ്ട്. അപ്പൊ അത് കൂടെ എല്ലാം ചേർത്ത് വെക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ഇതെന്തായാലും തികയും എന്നുള്ളത് ഭൂമിക്ക് മനസ്സിലായി. അങ്ങനെ ഭൂമി അച്യുതനോട് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് ആ മാല കൂടെ മേടിച്ചെടുത്തിട്ട് അതെല്ലാം കൂടെ കൊണ്ട് വിൽക്കുകയാണ്. വിറ്റിട്ട് ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾക്കായിട്ട് ഭൂമി ഇറങ്ങുന്ന സീനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഇടയിൽ അഞ്ജന കുറെ സീനും കാര്യങ്ങളൊക്കെ നമ്മുടെ സൗഭാഗ്യപുരത്ത് ഉണ്ടാക്കുന്നുണ്ട്. കാരണം അഞ്ജനയ്ക്ക് എല്ലാവരുടെ മുമ്പിലും ഇൻസൾട്ട് ആയി. ഭൂമി അവിടെ വന്ന ഭൂമിക്കാണ് കൂടുതൽ എല്ലാവരും പ്രിഫറൻസ് കൊടുത്തു എന്നുള്ള രീതിയിൽ ആകെ ഒരു ഇൻസൾട്ടൊക്കെ ആയിട്ട് നമ്മുടെ അഞ്ജന മദ്യപിക്കുന്നുണ്ട്. എന്നിട്ട് ഗ്ലാസ് ഒക്കെ തല്ലി പൊട്ടിക്കുന്നുണ്ട്. ഭവാനി ഒച്ചയെടുക്കുന്ന സീന്, അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇനി വരുന്ന ആഴ്ചകളിൽ നല്ല അടിപൊളി എപ്പിസോഡുകളാണ് നമ്മുടെ അഞ്ജനയുടെ വരുന്നത്. അപ്പം ഈ ഒരു കല്യാണം മുത്തശ്ശി, നമ്മുടെ സൗഭാഗ്യ മുത്തശ്ശി വേണ്ട എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പുതിയ വിശേഷങ്ങൾ നമുക്ക് ഇനി വരും എപ്പിസോഡുകളിൽ കൂടെ തന്നെ കാണാം. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കേൾക്കുക, സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞു നിർത്തുന്നു. താങ്ക്